നെസ്റ്റഡ് ഇന്റർവൽ പ്രോപ്പർട്ടി പറയുന്നത് ഓരോ ഫോർ ഈച്ച് n in natural number set, assume we are given a closed interval in is equal to an bn, means set of all real numbers such that an less than or equal to x less than or equal to bn, and also assume that each in contains in plus 1. That means I1 is a superset of I2 is a superset of I3, etc. Then the resulting, the nested sequence of closed interval, ഇതെല്ലാം closed ആണ്. I1 closed ആണ്, I2 closed ആണ്, I3 closed ആണ്, I4 closed ആണ്. This nested sequence എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വരച്ചത് ഓരോന്നിനകത്തും അതിന്റെ ചെറുത് അതിനേക്കാളും ചെറുത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. Nested sequence of closed interval has a non-empty intersection. This property is called nested interval property. That is intersection of in not equal to md. This is called nested interval property. ഇവിടെ പ്രൂഫ് പറയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഇന്റർസെക്ഷൻ പ്രൂവ് ചെയ്യേണ്ട എന്താണ്, തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഒരു റിയൽ ലൈൻ ഉണ്ട്, റിയൽ ലൈനിൽ A1 B1 ഉണ്ട്, അതിനകത്ത് A2 B2 ഉണ്ട് അല്ലെ, അതിനകത്ത് A3 B3 ഉണ്ട്. ഇങ്ങനെ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ഇന്റർവൽ തന്നിട്ടുണ്ട്. A1 ഉം B1 ഉം A2 ഉം B2 A3 ഉം B3 ഒക്കെ റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ഇന്റർവെൽസിന്റെ ഇന്റർസെക്ഷൻ വരുമ്പോൾ അതൊരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കുന്ന ഇന്റർസെക്ഷൻ ഓഫ് in ഈസ് നോട്ട് ഈക്വൽ ടു md എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഓഫ് കംപ്ലീറ്റ്നെസ് യൂസ് ചെയ്താണ് പ്രൂവ് ചെയ്യുന്നത്. നമുക്കിവിടെ പ്രൂവ് ചെയ്യണം എന്താണ്, ഇന്റർസെക്ഷൻ ഓഫ് in ഈക്വൽ ടു md എന്നല്ല, നോട്ട് ഈക്വൽ ടു md എന്നാണ്. ഇന്റർസെക്ഷൻ ഓഫ് in നോട്ട് ഈക്വൽ ടു md എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറയണം, ഇന്റർസെക്ഷൻ ഓഫ് in നോട്ട് ഈക്വൽ ടു md എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറയുക, x എലമെന്റ് ഓഫ് in, അതായത് നോട്ട് ഈക്വൽ ടു md ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും എവിടെ ഉണ്ടാവണം, അറ്റ്ലീസ്റ്റ് ഒരു എലമെന്റ് എങ്കിലും എവിടെ വരണം, എല്ലാ in-ലും വരണം അല്ലെ. അതായത് A1 B1 ഇന്റർസെക്ഷൻ, A2 B2 ഇന്റർസെക്ഷൻ, A3 B3 ഇന്റർസെക്ഷൻ, ഇങ്ങനെ പോവാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിന്റെ ഇന്റർസെക്ഷൻ എല്ലാ ക്ലോസ്ഡ് ഇന്റർവലിന്റെ ഇന്റർസെക്ഷൻ md അല്ലാതാവാൻ ഇവിടെയുള്ള ഒരു എലമെന്റ് ഇവിടെ ഉണ്ടാവണം, ഇവിടെയുള്ള ഈ എലമെന്റ് ഇവിടെ ഉണ്ടാവണം, അതായത് ഈ x എന്ന എലമെന്റ് എല്ലായിടത്തും ഉണ്ടാവണം. ദാറ്റ് ഈസ് we want to prove that x element of in for all n in n. അപ്പോൾ xi1 ഉണ്ടാവണം, xi2 ഉണ്ടാവണം, xi3 ഉണ്ടാവണം, xi4 ഉണ്ടാവണം, xi5 ഉണ്ടാവണം. അതിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഇങ്ങനെ ഒറ്റ ലൈനിൽ പറയാം, x element of in for all n element of n. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ നോട്ട് ഈക്വൽ ടു md എന്ന് പ്രൂവ് ചെയ്യാൻ x element of in for all n element of n എന്ന് പ്രൂവ് ചെയ്താൽ മതിയാവും. So consider the real line, consider the real line consider the real line with the intervals. ഇവിടെ A1, ഇവിടെ A1, ഇവിടെ ഇതാണ് A1, I1 എന്ന സെറ്റ് ഇതാണ് A1 B1, ഇവിടെ I2 എന്ന സെറ്റ് A2
B2 ഇതിനകത്ത് I3 എന്ന് സെറ്റ് A3 B3 ഇവിടെ I4 എന്ന് സെറ്റ് A4 B4 ഇനി consider the set capital A is equal to set of all an such that n element of A എന്ന് വെച്ചാൽ ഈ സെറ്റിലെ എലമെന്റ്സ് ആരൊക്കെയാണ് A1 A2 A3 എക്സെട്ര അതായത് I1ന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് I2ന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് I3ന്റെ എല്ലാ ഇന്റർവെൽസിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് എടുത്തു അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത് ക്യാപിറ്റൽ എ എന്ന് വിളിച്ചു equal to A1 A2 A3 etc. അതായത് A is the left end points is the left end points of the intervals. അപ്പോൾ നമ്മുടെ ഇന്റർവെൽസിന്റെ നെസ്റ്റഡ് ഇന്റർവെൽസിന്റെ ലെഫ്റ്റ് എൻഡ് പോയിന്റ്സുകളുടെ കളക്ഷൻ ചെയ്യുന്നത് ഇനി വി സീ ദാറ്റ് നോക്കണ എടോ ഇവിടെ ശ്രദ്ധിക്കുക ഇങ്ങനെ പോവാ അപ്പൊ എല്ലാ A1 B1നെക്കാളും ചെറുതാണ് A2 B2നെക്കാളും ചെറുതാണ് A3 B3നെക്കാളും ചെറുതാണ് A4 B4നെക്കാളും ചെറുതാണ് പിന്നെ A2 A1നെക്കാളും വലുതാണ് A3 A2നെക്കാളും വലുതാണ് ശരിയല്ലേ അങ്ങനെ പോവാം അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ A1 A2 A3 എക്സെട്ര A4ഉം ഇവിടെ B1 B2 B3 എന്ന് പോകുന്ന ആൾക്കാർ ഈ പറയുന്ന ആൾക്കാരെല്ലാം അതായത് B1 ഈ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും B2 ഈ സെറ്റിന്റെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കും B3 ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആയിരിക്കും B4 അതായത് എല്ലാ BNകളും A എന്ന സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആയിരിക്കും because of the next interval ആയതുകൊണ്ട് because of the intervals are nested അല്ലെ ഒന്നായിട്ട് അകത്തകത്ത് വരുന്നതുകൊണ്ട് we see that every bn അതായത് B1 B2 B3 B3 B4 B5 etc. every bn serves as an upper bound for set A upper bound of set A അപ്പോൾ അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ സുപ്രീമം പ്രോപ്പർട്ടി പറയാൻ എന്താ അല്ലെങ്കിൽ എ എന്ന് ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി എ എന്ന സെറ്റിന് എന്തുണ്ട് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട് എ എന്ന സെറ്റിന് ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ബൈ സുപ്രീമം പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്താ വിളിക്കുന്ന ആക്സിയം ഓഫ് കംപ്ലീറ്റ്നെസ് വെച്ചിട്ട് എനിക്ക് എന്ത് പറയാം എക്ക് അപ്പർ ബൗണ്ട് ഉള്ള സെറ്റിന് സുപ്രീമം ഉണ്ടായിരിക്കും therefore A has a supremum set A has a supremum by axiom of completeness അല്ലെങ്കിൽ by supremum property by axiom of completeness axiom ഉപയോഗിച്ചിട്ട് അങ്ങനെ പറയാം അപ്പോൾ let supremum of A is equal to ഞാൻ x എന്നെടുക്കും A ന്റെ supremum x എന്നെടുക്കും അടുത്ത് ഇനി ആക്ച്വലി ഇതൊരു പാർട്ടീഷൻ കൂടിയാണല്ലോ പാർട്ടീഷനേക്കാൾ ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ നിന്ന് ഒരു IN ഇവിടെയാണ് AN BN എന്ന് പറയുന്നത് AN BN ഞാനൊരു AN BN എന്നൊരു ഇന്റർവൽ എടുക്കുകയാണ് കൺസിഡർ ആൻ ഇന്റർവൽ
consider an interval in is equal to an bn. ഇനി നോക്കുക, an എവിടത്തെ എലമെന്റാ? an എവിടത്തെ എലമെന്റാ? an ക്യാപിറ്റൽ എ എലമെന്റ് ആണ്, ശരിയല്ലേ? an ക്യാപിറ്റൽ എ എലമെന്റ് ആയതുകൊണ്ട് എക്സ് എന്തായിരിക്കും? എക്സ് സുപ്രീമോ അല്ലേ? എക്സ് സുപ്രീമോ ആയതുകൊണ്ട് എ എന്ന സെറ്റിലുള്ള എലമെന്റ് ആണ് സ്മാൾ എ എൻ. സ്മാൾ എ എൻ, അപ്പോൾ എന്റെ സുപ്രീമോ ആണ് എക്സ് ആയതുകൊണ്ട് എ എന്നും എക്സും തമ്മിലുള്ള ബന്ധം എന്താ? in is equal to consider an interval in is equal to this, then an സുപ്രീമോ ആണ്, എന്നുകളുടെ സുപ്രീമോ ആണ് എക്സ്. അപ്പോൾ an ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ഇനി നമ്മൾ നേരത്തെ എഴുതിയല്ലോ ഈച്ച് ബി എൻ. ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ എന്നുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ എയിൽ. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്നുകളൊക്കെ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഒന്നും A1 A2 ഒന്നും വരില്ല. അപ്പോൾ ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ B1 B2 B3 എല്ലാം ഈ എ എന്ന സെറ്റിന്റെ അപ്പർ ബൗണ്ടുകളായിരിക്കും, അല്ലേ? ആൾസോ ഈച്ച് ബി എൻ, അതായത് B1 B2 B3 എക്സെട്ര ഉദ്ദേശിക്കുന്ന ഈച്ച് ബി എൻ is an upper bound for set A, is an upper bound for set A. ഇനി എ എന്ന സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആണ് ബി എൻ. എക്സ് എന്താണ്? എക്സ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്, ആൻഡ് എക്സ് ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ആൻഡ് എക്സ് ഈസ് ദ ലീസ്റ്റ് അപ്പ് സുപ്രീമോ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. എക്സ് ഈസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. Each bn is an upper bound for set A and x is the least upper bound. X least upper bound ആയതുകൊണ്ട് ഉറപ്പായിട്ട് എക്സ് അല്ലെ ബി എന്നെക്കാളും ചെറുതോ ഈക്വൽ ആവും. കാരണം ബി എന്നൊക്കെ അപ്പർ ബൗണ്ടുകളാണ്, എക്സ് ആണ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. ഇനി ഗിവൺ an less than or equal to x less than or equal to bn അല്ലേ? അങ്ങനെ തന്നിട്ടുണ്ട്. ഇതിന്റെ മീനിങ് എന്താ? എക്സ് എലമെന്റ് ഓഫ് in, അല്ലെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ മതി. ഇപ്പോൾ അവർ തന്നില്ലെങ്കിൽ നമുക്കിവിടെ നമ്മളെടുത്ത എക്സ് ഈ സുപ്രീം ഓഫ് എക്സിന് പകരം കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. ഇവിടെ തന്നിരിക്കുന്ന എക്സും സുപ്രീം ഓഫ് എക്സുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഞാനിവിടെ സുപ്രീം ഓഫ്, ഇവിടെ അതിനേക്കാൾ എളുപ്പത്തിൽ ഇങ്ങനെ എഴുതിയതല്ല, സുപ്രീം ഓഫ് എക്സ് ഈക്വൽ ടു എ എന്ന് എടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആ എക്സ് കൺഫ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ സുപ്രീം ഓഫ് എ ഇസ് ഈക്വൽ ടു സ്മാൾ എ എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെയും എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മാൾ എ എന്നായിക്കോളും. ഇപ്പോ ഇവിടെയും സ്മോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ. ഇവിടെ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാൽ ഇവിടെ ഇങ്ങോട്ട് നോക്കി, ഇവിടെ എ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ less than or equal to b അല്ലേ? that is an less than or equal to a less than or equal to bn. ഇതിന്റെ മീനിങ് എന്താ? which implies a എന്ന എലമെന്റ് എവിടെയുണ്ട്? ഇന്റർവൽ an bn ലുണ്ട് അല്ലേ? that is
എ എവിടെയുണ്ട്? എ എലമെന്റ് ഓഫ് ഐ എൻ. ഇന്റർവൽ എ എൻ ബി എൻ അല്ലേ ഐ എൻ എന്ന് വിളിക്കുന്നത്. എ എലമെന്റ് ഓഫ് ഐ എൻ ഫോർ എവറി ചോയ്സ് ഓഫ് എൻ. ഞാൻ ഏതോ ഒരു ആർബിട്രറി എന്നിലായി ചെയ്തേ. അപ്പോൾ ഏത് എൻ എടുത്താലും എ എവിടെയുണ്ട്? ഐ എൻ. ദാറ്റ് ഈസ് എ എവിടെയുണ്ട്? എല്ലാ ഐ എന്നിലും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എവറി ചോയ്സ് ഓഫ് എൻ. ഫോർ ഓൾ എൻ. അത് മതി. ഫോർ ഓൾ എൻ. ദാറ്റ് ഈസ് എ എലമെന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഐ എൻ. അല്ലേ നമ്മൾ നമ്മുടെ ഇന്റർവൽ പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത് അങ്ങനല്ലേ? n is equal to 1 to infinity, which implies the intersection is non-empty. The intersection is നല്ല പറയണേ. The intersection of nested intervals is non-empty. The intersection is non-empty. അല്ലെ? എല്ലായിടത്തും എന്തുണ്ട്? എല്ലാ എ എന്നിലും സ്മോൾ എ ഉണ്ട്. ആര്? എയുടെ സുപ്രീമോ. അതുകൊണ്ട്